UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാകുന്നത്. അപകടകരമായ രീതിയിൽ വയ്ക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പ്രളയ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്ന എല്ലാ അനുവദനീയമായ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്താമെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിലെ നിയമം ഭയങ്കരമാണ്, ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് മുൻ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാറും. അപ്പം നമുക്ക് നിയമത്തെ പരിശോധിക്കാം. ആദ്യം നിയമവിരുദ്ധമായിട്ടുള്ളത് നോക്കാം. സൈലൻസർ, ശബ്ദമുണ്ടാക്കുന്നതോ രൂപം മാറ്റം മാറിയതോ ആയ സൈലൻസറുകൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. ഇതാണ് മോട്ടോർ വാഹന നിയമത്തിൽ. പിന്നെ ബുൾബാർ, പുഷ് ബാർ, കാറുകളുടെ മുമ്പിലും പിമ്പിലും ഇരുമ്പ് ഗാർഡുകൾ ഘടിപ്പിക്കുന്നത് അപകട സമയത്ത് എയർ ബാഗുകൾ പ്രവർത്തിക്കുന്നതിന് തടസ്സമാകും. അതുപോലെ സ്ട്രക്ചറൽ മാറ്റങ്ങൾ, വാഹനത്തിൻ്റെ ബോഡി വെട്ടിപ്പൊളിക്കുകയോ നീളം വീതി കൂട്ടുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 നിരോധിച്ചിട്ടുള്ളത്. നിരോധിത ഗ്ലാസ് ഫിലിമുകൾ നിയമപ്രകാരം അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ഇരുണ്ട സൺ ഫിലിമുകൾ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ടയറുകൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലും ബോഡിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലും അമിതമായി വീതി കൂടിയ ടയറുകൾ ഉപയോഗിക്കുന്നത് തെറ്റമാണ്. നിറം മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ RTO ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുകയും RC ബുക്കിൽ അത് മാറ്റി എഴുതുകയും വേണം. ഇതാണ് കേന്ദ്ര നിയമം പറയുന്നത്. ടയർ അപ്സൈസിങ്, വാഹനം വാങ്ങുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും ഉയർന്ന മോഡലിൻ്റെ ടയർ സൈസ് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റിക്കറുകൾ വാഹനത്തിൻ്റെ ഗ്ലാസുകളിലെയും ലൈറ്റുകളെയും മറക്കാത്ത രീതിയിൽ ചെറിയ സ്റ്റിക്കറുകൾ പതിപ്പിക്കാം. ഇങ്ങനെയാണ് നിയമങ്ങൾ. ഭിന്നശേഷിക്കാർക്കുള്ള മാറ്റത്തെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ചെറിയ നിയമാനുസൃതം ചില വ്യത്യാസങ്ങൾ വരുത്താമെന്നും പറയുന്നു. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കും. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടിയും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നില്ല. മുൻ മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇതല്ലാതെ വേറെ ഒരു നിയമം മോഡിഫിക്കേഷനെ കുറിച്ച് പറയുന്നില്ല. ഈ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറേ മോഡിഫിക്കേഷനുകൾ വരുത്താൻ കഴിയും. സ്റ്റിക്കറുകൾ ഈ ഗ്ലാസ്സിലോ അതുപോലെ ലൈറ്റിലോ വരാത്ത തരത്തിൽ സ്റ്റിക്കറുകൾ ഒട്ടിക്കാമെന്നും കേന്ദ്ര നിയമം പറയുന്നു. അപ്പോൾ ഈ നിയമത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് മോഡിഫിക്കേഷൻ വരുത്താവുന്ന കാര്യങ്ങളുണ്ട്. മുൻ മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പിഴ ഈടാക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്.